Good morning. Good morning. Okay. Breakfast ഒക്കെ കഴിച്ചോ? കുട്ടികളൊക്കെ സ്കൂളിൽ പോയില്ലേ? One minute. ഓക്കെ, ഇപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത് നിർത്തിയത് എത്ര വരെ ആയിരുന്നു? നിങ്ങളോട് കുറച്ച് കാര്യങ്ങളൊക്കെ വായിച്ചുകൊണ്ട് വരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? വായിച്ചായിരുന്നോ? വായിച്ചോ? പോർഷൻസ് വായിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നോ? 4 പോയിന്റ്സ് അല്ലെ? Shortage of a proper and sufficient maintenance in a hospital will finally lead to. Okay, അതിലെ 4 പോയിന്റ്സ് നമ്മൾ വായിച്ചു നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വായിച്ചു നോക്കി ആരെങ്കിലും? ആരും വായിച്ചു നോക്കിയില്ല? ആരും വായിച്ചില്ലേ? എന്തായിരുന്നു ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്? The risk to safety, security of patients and hygiene. Okay, അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമ്മള് കറക്റ്റ് ആയിട്ട് ഈ എക്യുപ്മെന്റ്സുകൾ കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് മെയിൻ്റെനൻസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കുന്നത്? അതിലെ ഫസ്റ്റ് പോയിന്റ് ആണ് റിസ്ക് ടു സേഫ്റ്റി, സെക്യൂരിറ്റി ഓഫ് പേഷ്യൻസ് ആൻഡ് ഹൈജീൻ. എന്താണ്? ഇപ്പോ സ്കാൻ മെഷീൻസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് എന്തെങ്കിലും കംപ്ലൈന്റോ കാര്യങ്ങളോ ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് നമ്മൾ റിപ്പയർസ് കാര്യങ്ങളൊക്കെ ചെയ്യണം. അല്ലെങ്കിൽ എന്താണ്, അവിടെ വരുന്ന പേഷ്യൻസിന് അത് വളരെ എന്താണ് സേഫ്റ്റി ആയിരിക്കില്ല, അല്ലെങ്കിൽ സുരക്ഷയോട് കൂടിയിട്ട് നമുക്ക് സർവീസുകൾ കൊടുക്കാനായിട്ട് പറ്റില്ല അല്ലെ? എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ. ആണോ? ഇപ്പോ എന്താ പറയാ, എക്സ്റേ മെഷീൻ ഒരു കംപ്ലൈന്റ് ഉണ്ട്, അത് കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് നമ്മൾ റിപ്പയർ ചെയ്തില്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള എക്സ്റേ ചിലപ്പോൾ നമുക്ക് കിട്ടില്ല, കറക്റ്റ് ആയിട്ട് രോഗം നിർണ്ണയിക്കാനായിട്ടൊന്നും സാധിക്കില്ല. അതുകൊണ്ടാണ് പറയുന്നത് പേഷ്യൻസിന് റിസ്ക് ഉണ്ടെന്നുള്ളത്. ഇനി എന്താണ്? Loss of utilization and revenue owing to failure, breakdown and closure of areas of equipment for repairs. അതായത് എന്താണ്? ലോസ് ഓഫ് യൂട്ടിലൈസേഷൻ. നമുക്ക് ഒരു സാധനം നമുക്ക് കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റൂല അല്ലെ? ഇപ്പോ മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ ചെയ്തില്ല, എന്തെങ്കിലും പ്രോപ്പർ ആയിട്ട് റിപ്പയർസ് ഒക്കെ ചെയ്തില്ല എങ്കിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് ആ സാധനം നമുക്ക് കുറെ നാൾ ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ നമുക്ക് അതിൽ നിന്ന് ചിലപ്പോ നമുക്ക് പറയാം, ഇപ്പോ സ്കാനിങ് മെഷീൻ അല്ലെങ്കിൽ ഓട്ടോക്ലേവ് കാര്യങ്ങൾ, അതുപോലെ തന്നെ പല എക്സ്റേ മെഷീൻസ് ഉണ്ട്. അത്തരത്തിലുള്ള മെഷീൻസ് ഒക്കെ നമ്മൾ പ്രോപ്പർ ആയിട്ട് മെയിൻ്റെനൻസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് പകുതി വരുമാനം കിട്ടുന്നുണ്ട് ഇല്ലേ? ഏതൊരു ഏതൊരു ഹോസ്പിറ്റലും എല്ലാ ദിവസവും സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ഇല്ലേ? എക്സ്റേ എടുക്കാം, അതുപോലെ തന്നെ CT സ്കാൻ, അതുപോലെ തന്നെ പിന്നെന്താണ് ഈ MRI സ്കാൻ, ഇതൊക്കെ എടുക്കാനായിട്ട് ആളുകൾ വരും അല്ലെ? അപ്പൊ ആ മെഷീനിൽ നിന്ന് തന്നെ പ്രോപ്പർ ആയിട്ട് നമുക്ക് ഒരു ദിവസം തന്നെ കറക്റ്റ് ആയിട്ടുള്ള വരുമാനം ലഭിക്കാറുണ്ട്. ഇനി ഇത് നമ്മൾ മെയിൻ്റെനൻസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും റിപ്പയർസോ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് നമ്മൾ പ്രോപ്പർ ആയിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള വരുമാനം അല്ലെ, റവന്യൂ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കില്ല. അതാണ് നെക്സ്റ്റ് റീസൺ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് എന്താണ്?
ലോസ് ഓഫ് goodwill owing to inefficiency and declining standards. അതുപോലെ തന്നെ ഒരു ഹോസ്പിറ്റലിലും എന്തുണ്ട്? ഗുഡ്വിൽ ഉണ്ട് ഇല്ലേ? എന്താ ഗുഡ്വിൽ എന്ന് പറഞ്ഞാല്? എന്താ ഗുഡ്വില്ല്? സൽപ്പേരാണ് അല്ലെ ഗുഡ്വിൽ എന്ന് പറഞ്ഞാല്. ഒരു ഹോസ്പിറ്റല് സമൂഹത്തില് അല്ലെങ്കിൽ എന്താണ് പോപ്പുലേഷന്റെ ഇടയിൽ നല്ല രീതിയിൽ നിലനിൽക്കുന്ന ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ നല്ല രീതിയിൽ ആ ഹോസ്പിറ്റലിൽ അവരുടെ ഇടയിൽ നല്ല രീതിയിലുള്ള ഒരു സൽപ്പേര് വാർത്തെടുക്കാനായിട്ട് സാധിക്കും ഇല്ലേ? അപ്പൊ എന്താണ് ഇപ്പോ പല പേഷ്യൻസിനോടും പറയും നല്ല ഹോസ്പിറ്റലാണ്, നല്ല ഡോക്ടേഴ്സ് ആണ്, നല്ല സർവീസ് ആണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് പലരും ആ ഹോസ്പിറ്റലിലേക്ക് വരാനായിട്ട് ഇടവരും അല്ലെ? അതാണ് സൽപ്പേര് എന്ന് പറയുന്നത്. ഇനി ഇങ്ങനത്തെ മിഷൻസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവരെന്ത് പറയാറുണ്ട്? അവിടെ നല്ല രീതിയിലുള്ള സർവീസ് കൊടുക്കുന്നില്ല, മിഷൻസ് ഒക്കെ എപ്പോഴും നോക്കിയാൽ കംപ്ലൈന്റ് ആണ്, പ്രോപ്പർ ആയിട്ട് നമുക്ക് ഡയഗ്നോസ്റ്റിക് ചെയ്യാനായിട്ട് സാധിക്കില്ല, അങ്ങോട്ടേക്ക് പോയിട്ട് കാര്യമില്ല അതൊക്കെ പറയും അല്ലെ? ആ സൽപ്പേര് എന്ത് ചെയ്യും? നേരെ താഴാനായിട്ട് സാധ്യതയുണ്ട് അല്ലെ? സമൂഹത്തിന്റെ ഇടയിൽ നല്ല രീതിയിൽ ഡെവലപ്പ് ആയിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ നിലനിൽക്കുന്ന ഒരു ഹോസ്പിറ്റലാണ്, ഇത്തരത്തിലുള്ള പ്രോപ്പർ ആയിട്ട് നമ്മൾ മെയിൻ്റെനൻസ് വർക്ക് കാര്യങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ സൽപ്പേര് എന്ത് ചെയ്യും? ഡൗൺ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതാണ് അവിടെ പറയുന്നത് ലോസ് ഓഫ് ഗുഡ്വിൽ എന്ന് പറയുന്നത്. ഇനി എന്താണ്? നെറ്റ് റിഡക്ഷൻ ഇൻ ഇഫക്റ്റീവ് ലൈഫ് ഓഫ് പ്രോപ്പർട്ടി ആൻഡ് എക്യുപ്മെന്റ്. ഇനി എന്താണ്? ഈ ഫലപ്രദമായിട്ടുള്ള കറക്റ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞിരുന്നു, ഏതൊരു മെഷീൻസിനും ഏതൊരു എക്യുപ്മെന്റ്സ് ആയിക്കോട്ടെ ഏതൊരു മെഷീൻസ് ആയിക്കോട്ടെ അത് കറക്റ്റ് ആയിട്ട് നമ്മൾ ചെറിയൊരു കംപ്ലൈന്റ് വന്നാൽ കൂടി നമ്മൾ വെച്ചുകൊണ്ടിരിക്കാതെ കറക്റ്റ് ആയിട്ട് അതിനെ പ്രോപ്പർ ആയിട്ട് മെയിൻ്റെനൻസ് വർക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ്? അതിന്റെ ലൈഫ് അല്ലെ, അതിന്റെ ആയുസ്, ആ മെഷീന്റെ ആയുസ് എന്ന് പറയുന്നത് പതിയെ താഴ്ന്നുകൊണ്ടേയിരിക്കും അല്ലെ, കുറഞ്ഞുകൊണ്ടേയിരിക്കും. പിന്നെ അത് ബ്രേക്ക് ഡൗൺ ആയി അല്ലെങ്കിൽ പ്രവർത്തനരഹിതമായിട്ട് നിലനിൽക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഏതൊരു എക്യുപ്മെന്റ് ആയി കഴിഞ്ഞാലും കറക്റ്റ് ആയിട്ട് നമ്മൾ മെയിൻ്റെനൻസ് വർക്കും റിപ്പയർസ് വർക്കും ചെയ്തോളണം. ഓക്കെ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കാനായിട്ട് ഇടവരും. ഓക്കെ, വായിച്ചു നോക്കിയേ. 4 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. എക്യുപ്മെന്റ്, ഹോസ്പിറ്റലിലെ മെഷീൻസും എക്യുപ്മെന്റ്സുകളും കറക്റ്റ് ആയിട്ട് നമ്മൾ മെയിൻ്റെനൻസ് വർക്ക് കാര്യങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കുന്നത്? നെക്സ്റ്റ് ടോപ്പിക് ആണ് മെയിൻ്റെനൻസ് ഇൻ ഹോസ്പിറ്റൽസ്. ഓക്കെ, ഹോസ്പിറ്റലില് മെയിൻ്റെനൻസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. മസ്റ്റ് ബി ഡൺ ബൈ പ്രോപ്പർ ഇൻസ്റ്റാളേഷൻ, പ്രോപ്പർ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം മെഷീൻസ് കൊണ്ടുവന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ അപ്കീപ്പിംഗ് ആൻഡ് റിപ്പയേഴ്സ്, കറക്റ്റ് ആയിട്ട് കീപ്പ് ചെയ്യുക അല്ലെ, അത് കറക്റ്റ് ആയിട്ട് നമ്മൾ നോക്കുക, സൂക്ഷിച്ച് വെക്കുക. അതുപോലെ തന്നെ റിപ്പയേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ റിപ്പയേഴ്സ് ചെയ്യുക. പീരിയോഡിക് ക്ലീനിങ് ആൻഡ് ചെക്കിംഗ് ആണ് പ്രിവെന്റീവ് മെയിൻ്റെനൻസ്. മെയിൻ്റെനൻസ് തടയാനായിട്ട്, റിപ്പയേഴ്സോ മെയിൻ്റെനൻസ് വർക്കുകളൊക്കെ തടയാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രോപ്പർ ആയിട്ട് അത് ക്ലീനിങ് നടത്തണം അല്ലെ. ഇപ്പോ മെഷീൻസ്, സ്കാൻ മെഷീൻസ് ഒക്കെ ആണെങ്കിൽ അതിന്റെ മുക്കും മൂലയൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യാം, ചെക്ക് ചെയ്യാം. എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം കണ്ടിന്യൂസ് ആയിട്ട്. എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ വന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യാം? മെയിൻ്റെനൻസ് വർക്ക് കാര്യങ്ങൾ ചെയ്യണം. ഇനി എന്താ? റെക്കോർഡ് കീപ്പിംഗ്, പ്രോപ്പർ ആയിട്ട് അതൊക്കെ റെക്കോർഡ് കീപ്പ് ചെയ്യാം.
പ്രൊക്യൂർമെന്റ് ഓഫ് സ്പെയർസ്. സ്പെയർസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പെയർസ് സംഭരിച്ചു വെക്കുക അല്ലെ. ഈ എന്താ പറയാ, പ്രൊക്യൂർമെന്റ് എന്ന് പറഞ്ഞാല് സംഭരിച്ചു വെക്കുക. എക്സ്ട്രാ നമ്മൾ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങിക്കുമ്പോ സ്പെയർസുകൾ നമുക്ക് കിട്ടാറുണ്ട് ഇല്ലേ? ഇപ്പൊ മെയിൻ്റെനൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും നമുക്കിപ്പോ അത് മാറ്റി ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ ഫാനിന്റെ ഒക്കെ ഇപ്പോ എന്താ പറയാ സ്പീഡൊക്കെ കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും കപ്പാസിറ്റർ മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് സ്പീഡ് കൂട്ടാം അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള സ്പെയർസുകളൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ അത് മാറ്റി അതിന്റെ കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് അത് നിലനിർത്താനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെയാണ് ഹോസ്പിറ്റലിലും ഇത്തരത്തിലുള്ള എക്യുപ്മെന്റ്സിന്, ഇത്തരത്തിലുള്ള സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾക്ക് പ്രോപ്പർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സ്പെയർ പാർട്സുകൾ സംഭരിച്ചു വെക്കാം. എന്തെങ്കിലുമൊക്കെ ഇപ്പൊ ചെറിയ ചെറിയ കംപ്ലൈന്റ്സ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്പെയർസ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകും അല്ലെ. അതിന് വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങളാണ് മെയിൻ്റനൻസ് ഇൻ ഹോസ്പിറ്റൽസുമായിട്ട് ബന്ധപ്പെട്ടത്. ഇനി നെക്സ്റ്റ് ആണ് യൂട്ടിലൈസേഷൻ ഓഫ് എക്യുപ്മെന്റ്. എന്താണ് യൂട്ടിലൈസേഷൻ എന്ന് പറയുമ്പോ? എന്താ യൂട്ടിലൈസേഷൻ? ഉപയോഗം അല്ലെ, യൂസസ്. ഓക്കെ, എക്യുപ്മെന്റ് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്? യൂട്ടിലൈസേഷൻ ഹാസ് ടു ബി 80% to 90%, നോ അണ്ടർ ഓർ ഓവർ യൂട്ടിലൈസേഷൻ. എന്താണ് അവിടെ പറയുന്നത്? നമ്മൾ എക്യുപ്മെന്റ് ഉപയോഗിക്കുമ്പോൾ, ഒരു ഐറ്റം അല്ലെങ്കിൽ ഒരു സാധനം നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് 80 to 90% വരെ അത് യൂട്ടിലൈസേഷൻ ചെയ്യാൻ പറ്റും നമുക്ക്. ഇത് നമുക്ക് എന്താണ് ഇപ്പോ കൂടുതലും കുറവ് നമ്മൾ ഉപയോഗിക്കാനായിട്ട് പാടില്ല. ഒരു ഉപകരണം ഉപയോഗിക്കുകയാണെങ്കിൽ അതൊരു എന്താണ് ഒരു മിഡിൽ ലെവലിൽ നമ്മൾ അത് ഉപയോഗിക്കണം അല്ലെ. ഒരു കുറവോ അല്ലെങ്കിൽ കൂടുതലോ ഓവറായിട്ടോ നമ്മൾ ഉപയോഗിക്കാനായിട്ട് പാടില്ല. ഇപ്പൊ നമ്മുടെ വീട്ടിൽ വാഷിംഗ് മെഷീൻ ഉണ്ട്. ആ വാഷിംഗ് മെഷീൻ എന്ത് ചെയ്യുന്നുണ്ട്? തുണി അലക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത് അല്ലെ. ഇനി നമ്മൾ കാലത്ത് തുടങ്ങി വൈകുന്നേരം വരെ അത് ഇങ്ങനെ മെഷീനിൽ തുണിയിട്ട് നമ്മൾ അലക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാം? അലക്കി കഴിഞ്ഞാൽ സംഭവിക്കും, 1 or 2 ദിവസമൊക്കെ ചിലപ്പോൾ നടക്കും. പിന്നീട് അതെന്താണ്, അതിന്റെ കപ്പാസിറ്റി കുറഞ്ഞു വരും. എന്തെങ്കിലും ചിലപ്പോൾ കത്തിപ്പോവാൻ സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ ചെയ്യാൻ പാടില്ല. അതെന്താണ്, റിപ്പയേഴ്സ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. എന്തെങ്കിലുമൊക്കെ സ്പെയർ പാർട്സുകളോ അതൊക്കെ ചിലപ്പോ എന്താ പറയാ എന്തെങ്കിലുമൊക്കെ അതില് എന്താ പറയാ ഈ കത്തിപ്പോവാനായിട്ട് ചാൻസ് ഉണ്ട്. നമ്മൾ ഒരുപാട് നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ അല്ലെ. ഓവറായിട്ട് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോ കത്തിപ്പോവാനായിട്ട്. അത് എല്ലാ ഉപകരണങ്ങളും അങ്ങനെയാണ്. മിക്സി ആയാലും ഫ്രിഡ്ജ് ആയാലും അതുപോലെ തന്നെ ഇപ്പൊ ഫാൻ നമ്മൾ സ്ഥിരം നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറണ്ട് ആവശ്യം കൂടും അല്ലെ. അപ്പൊ അത്തരത്തിലുള്ളൊരു നെഗറ്റീവ് കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉപകരണം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക, അധികം ഓവറായിട്ടും ഉപയോഗിക്കാൻ പാടില്ല, അണ്ടറായിട്ടും ഉപയോഗിക്കാൻ പാടില്ല. ഒരു മിഡിലിൽ നമ്മൾ ഉപയോഗിക്കണം. പിന്നെന്താ, ഡിസ്കാർഡിംഗ് ഓഫ് എക്യുപ്മെന്റ് as scrap item for reselling and giving free to small hospitals. അതായത് എന്താ പറയുന്നത്, നമ്മളുടെ കയ്യിൽ ഇപ്പോ പുതിയൊരു ഹോസ്പിറ്റലാണ്. പുതിയൊരു ഹോസ്പിറ്റലിൽ നമ്മള് ഉപകരണങ്ങൾ ഉണ്ടാകും. അത് നമ്മൾ വാങ്ങിക്കും അല്ലെ. ബിൽഡപ്പ് ചെയ്യുമ്പോൾ ഉപകരണങ്ങൾ വാങ്ങിക്കും. അത് കുറെ നാള് ഒരു 5 വർഷം 6 വർഷമൊക്കെ ഇപ്പോ സ്കാൻ മെഷീൻ ഒക്കെ ആകാം. അപ്പൊ നമ്മൾ എന്താണ് ഒരു 5 വർഷം 6 വർഷമൊക്കെ നന്നായിട്ട് പോകും. പിന്നീട് അതിന് എന്തെങ്കിലുമൊക്കെ തകരാറുകൾ സംഭവിക്കുമ്പോൾ പിന്നീട് നമ്മൾ റിപ്പയേഴ്സ് മെയിൻ്റനൻസ് ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരും. ഇനി നമ്മൾ എന്ത് ചെയ്തു, അങ്ങനെ കുറച്ച് നാൾ റിപ്പയേഴ്സ് ഒക്കെ ചെയ്ത് നമ്മൾ ഉപയോഗിച്ചു. പിന്നീട് നമ്മൾ പുതിയതൊരെണ്ണം വാങ്ങിക്കാനായിട്ട് തീരുമാനിച്ചു. ഓക്കെ, അപ്പോ ഇത് ചിലപ്പോൾ ബ്രേക്ക് ഡൗൺ ആവാം, അതിന്റെ പ്രവർത്തനം നിൽക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ റിപ്പയേഴ്സ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് ബുദ്ധിമുട്ടായതിന്റെ പേരിൽ നമ്മൾ ഒരെണ്ണം പുതിയത് വാങ്ങിക്കാനായിട്ട് തീരുമാനിച്ചു ഹോസ്പിറ്റലിൽ. അപ്പോ ഉപയോഗിക്കാൻ പറ്റാതെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സ്ക്രാപ്പിൽ കൊടുക്കാറുണ്ട് ഇല്ലേ. നമ്മുടെ വീട്ടിലും അങ്ങനെയാണ്. അത് ഉപയോഗിക്കാൻ പ്രവർത്തനം നിന്നു അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, സ്ക്രാപ്പിൽ കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ എന്ത് ചെയ്യും ഹോസ്പിറ്റലുകാര്, അത് പ്രവർത്തിക്കുന്നുണ്ട്, നമ്മൾ പുതിയ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഈ എന്താണ് ഇത്തരത്തിലുള്ള മെഷീൻസ് നമ്മൾ എന്ത് ചെയ്യും, പഴയ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മോൾ സ്കെയിൽ ഓർഗനൈസേഷൻസ്, സ്മോൾ ഹോസ്പിറ്റലിൽ നമ്മൾ കൊടുക്കും, ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്,
അങ്ങനത്തെ ഹോസ്പിറ്റൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മൾ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉപകരണങ്ങൾ വാങ്ങിക്കാനായിട്ട് ഫണ്ട് ഉണ്ടാവും നമ്മുടെ കയ്യിൽ. പക്ഷെ ഈ സ്മോൾ സ്കെയിൽ ഓർഗനൈസേഷൻ ആകുമ്പോൾ അത്തരത്തിലുള്ള ഉപകരണങ്ങൾ ചിലപ്പോൾ ഉപയോഗിക്കാനായിട്ട് വാങ്ങിക്കാനായിട്ടൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കാം, ഫണ്ട് ഉണ്ടാവില്ല അല്ലെ, ഒരു സ്മോൾ ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ. അപ്പൊ അവർക്ക് അവിടെയുള്ള ആളുകൾക്ക് പഠിക്കാനായിട്ടും അതെങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നത് അതിന്റെ ഒരു ട്രെയിനിങ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഫ്രീ ആയിട്ട് ആ ഹോസ്പിറ്റലിലോട്ട് കൊടുക്കും. ഓക്കെ, അത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണെങ്കിൽ മാത്രമാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, സ്ക്രാപ്പിൽ കൊണ്ടുപോയിട്ട് കൊടുക്കും. ഓക്കെ, ക്ലിയർ ആയോ? അത്രയും കാര്യങ്ങളാണ് യൂട്ടിലൈസേഷൻ ഓഫ് എക്യുപ്മെന്റ്സിലും ഡിസ്കാർഡിംഗ് ഓഫ് എക്യുപ്മെന്റ്സിലും നമ്മൾ പറഞ്ഞത്. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ ഒന്ന്. ഓക്കെ, വായിച്ചു കഴിഞ്ഞവര് താഴെയുള്ള ഡിഫറൻസ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഓർഡിനറി പർച്ചേസും ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസിന്റെയും ഡിഫറൻസ് ആണ് 4 പോയിന്റ്സിൽ കൊടുത്തിരിക്കുന്നത്. ഒന്ന് വായിച്ചു നോക്കിയേ. വായിച്ചു കഴിഞ്ഞോ? ഓക്കെ, ഞാൻ അൺമ്യൂട്ട് ചെയ്യാം, ആർക്ക് വേണമെങ്കിലും ആ ഡിഫറൻസ് പറയാം കേട്ടോ. ഓക്കെ, ആരെങ്കിലും ഒരാൾ പറയൂ, എന്താ ഡിഫറൻസ് വായിച്ചു കഴിഞ്ഞവര്? അഭിരാമി പറഞ്ഞോളൂ കേട്ടോ. അഭിരാമിക്ക് എന്താ മനസ്സിലായ ഡിഫറൻസ് വായിച്ചപ്പോ? ഡ്യൂട്ടിയിലാണ്. ഓക്കെ, ഡ്യൂട്ടി ഇല്ലാത്തവരൊന്നും പറയൂ. ഹലോ മാം. പറഞ്ഞോളൂ. മാം, ഇതിന് ആക്ച്വലി ഓഡിനറി പർച്ചേസും അതേപോലെ തന്നെ ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസും തമ്മിലുള്ള ഡിഫറൻസിനെ കുറിച്ചാണ് പറയുന്നത്. ഇതിന്റെ ആദ്യത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗോഷിയേഷൻ ആണ്. ഇത് ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസിൽ നെഗോഷിയേഷൻ കൂടുതലായിരിക്കും. അതേസമയം ഓർഡിനറി പർച്ചേസിൽ നമ്മുടെ നെഗോഷിയേഷൻ അല്ലെങ്കിൽ വാല്യുവേഷൻ എന്ന് പറയുന്നത് കുറവായിരിക്കും. രണ്ടാമത്തത് ലീഡ് ടൈം റിക്വയർമെന്റ് ആണ്. അതായത് നമ്മളൊരു സാധനം ഓർഡർ ചെയ്ത് നമുക്ക് കിട്ടുന്ന ആ ടൈം നമ്മുടെ ക്യാപിറ്റൽ പർച്ചേസിൽ കൂടുതലായിരിക്കും, അതേസമയം ഓർഡിനറി പർച്ചേസിൽ കുറവായിരിക്കും. തേർഡ് വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈസ് ഓഫ് എക്സ്പെൻഡിച്ചർ ആണ്. അതായത് നമ്മുടെ ക്യാപിറ്റൽ എക്യുപ്മെന്റിനകത്ത് ഈ ഒരു എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഫോർമാറ്റ് കൂടുതലായിരിക്കും. അതേസമയം
അവൈലബിലിറ്റി ഓഫ് സോഴ്സസ് അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഇത് കിട്ടുന്ന ഒരു ഉറവിടം എന്ന് പറയുന്ന സംഭവം ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസിൽ വളരെയധികം കുറവായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സാധനം കിട്ടുന്ന ആ സോഴ്സസ് ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസിൽ കമ്പാരിറ്റീവ്ലി മറ്റേതുമായിട്ട് നോക്കുമ്പോൾ കുറവായിരിക്കും. ഓക്കെ, വെരി ഗുഡ്. ക്ലിയർ ആയോ ഹസൻ പറഞ്ഞപ്പോ? ഓക്കെ, നല്ല രീതിയിൽ പറഞ്ഞു അല്ലേ? ഓക്കെ, ക്ലാപ്പ് കൊടുക്കാം കേട്ടോ. ഓക്കെ, ഇതെന്താണ് നമ്മൾ പറഞ്ഞത്? പ്രൈമറി ഡിഫറൻസ് അല്ലെ? നല്ല എന്താണ് ഒരു പ്രധാനപ്പെട്ട 4 ഡിഫറൻസുകളാണ് ഓർഡിനറി ആൻഡ് ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ട ആ ഡിഫറൻസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ പറഞ്ഞത് നമ്മൾ ഫസ്റ്റ് വൺ പറഞ്ഞത് എക്സ്റ്റെൻഡ് ഓഫ് നെഗോഷിയേഷൻ. നെഗോഷിയേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചർച്ച അല്ലെ? ഓക്കെ, ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മള് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞിരുന്നു എന്താണ്, കുറെ പേരോടൊക്കെ നമ്മള് ചോദിച്ച് അവരൊക്കെ എസ് ഒക്കെ പറഞ്ഞാൽ മാത്രമാണ് നമുക്ക് ക്യാപിറ്റൽ എക്യുപ്മെന്റ് വാങ്ങിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞതല്ലേ? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ആരൊക്കെയാണെന്നുള്ളത്? ഓർമ്മയുണ്ട് എന്ന് പറഞ്ഞു നോക്കി. ആരോടൊക്കെ നമ്മൾ ചോദിക്കണം? ഒരു ഓർഗനൈസേഷനില് ക്യാപിറ്റൽ എക്യുപ്മെന്റ്, പുതിയതായിട്ടൊരു ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ആരോടൊക്കെ നമ്മൾ ചോദിക്കേണ്ടത്? ഓർമ്മയുണ്ടെന്ന് പറഞ്ഞല്ലോ. പോയോ എല്ലാവരും? അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കണേനാ? ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ആരോടൊക്കെ നമ്മൾ ചോദിക്കണം? വെറുതെ പോയിട്ട് ഓടിച്ചെന്ന് നമുക്ക് വാങ്ങിക്കാൻ പറ്റോ? മാനേജ്മെന്റ്, പർച്ചേസ് മാനേജർ, HOD പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട് പഠിപ്പിച്ച കാര്യങ്ങള് ഇല്ലേ? അഡ്മിനിസ്ട്രേറ്റർ, അങ്ങനെ പലരോട് നമ്മൾ ചോദിക്കണം. അവർ ഓക്കെ പറഞ്ഞാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വാങ്ങിക്കാൻ പറ്റുള്ളൂ അല്ലെ? ഇനി എന്താ ഓർഡിനറി പർച്ചേസ്, സാധാരണ പർച്ചേസ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു എന്താണ്, വീട്ടമ്മമാരാണ് നമ്മളൊക്കെ ഇല്ലേ? അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞിരുന്നു, ഞാൻ അന്ന് എക്സാമ്പിൾ പറഞ്ഞിരുന്നു, ചട്ടി അടുപ്പത്ത് വെച്ചപ്പോഴാണ് വെളിച്ചെണ്ണ തീർന്നു പോയത് നമ്മൾ അറിയുന്നത്. നമ്മൾ എന്ത് ചെയ്യും? ആരോടെങ്കിലും ചോദിക്കണോ? ഹസ്ബൻഡിനോട് ചോദിക്കണോ? ഞാൻ വെളിച്ചെണ്ണ വാങ്ങിച്ചോട്ടെ അല്ലെ? ചോദിക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ ആവശ്യമാണ് കറി വെക്കേണ്ടത് അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? തൊട്ടടുത്ത കടയിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും? വാങ്ങിക്കും. അതാണ് നെഗോഷിയേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ചർച്ചകൾ ഓർഡിനറി പർച്ചേസിൽ അങ്ങനെ നടത്തേണ്ട ആവശ്യമില്ല, അങ്ങനെ ചർച്ചകൾ നീണ്ടു നിൽക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. പക്ഷെ എന്താണ്, ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസിൽ നമ്മൾ എല്ലാവരോടും ചോദിച്ച് തീരുമാനങ്ങൾ എടുത്ത ശേഷം മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളൂ? ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ് നടത്താറുള്ളൂ. ഇനി എന്താ ലീഡ് ടൈം? ലീഡ് ടൈം എന്ന് പറഞ്ഞാൽ ഹസൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞു അല്ലെ? ലീഡ് ടൈം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഒരു സാധനം ഓർഡർ ചെയ്തു, അത് നമ്മുടെ കയ്യിൽ കിട്ടുന്നത് വരെയുള്ള ടൈം ഗ്യാപ്പ്, അതിനെയാണ് നമ്മൾ ലീഡ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്യുമ്പോൾ എന്താണ്, അത് ഹൈ ആയിരിക്കും. ഓർഡിനറി ആകുമ്പോൾ എന്താണ്, വേഗം പോയിട്ട് നമുക്ക് വാങ്ങിക്കാം കടയിൽ പോയിട്ട് അല്ലെ? ടൈം ഗ്യാപ്പ് ഉണ്ടോ അവിടെ? ഇല്ല. ഓക്കെ, ലോ ആണ്. ഇനി സൈസ് ഓഫ് എക്സ്പെൻഡിച്ചർ, ഓക്കെ, ക്യാപിറ്റൽ എക്യുപ്മെന്റിന് വെരി ഹൈ ആയിരിക്കും അല്ലെ? വളരെ വില കൊടുത്ത് വാങ്ങിക്കുന്ന എക്യുപ്മെന്റ്സ് ആണ് ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ്, സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ്, കുറെ കാലം നിലനിൽക്കുന്ന എക്യുപ്മെന്റ്സുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് എന്താണ്, ക്യാഷ് അല്ലെങ്കിൽ ആ കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ ഹൈ ആയിരിക്കും. ഓക്കെ, ഇനി അവൈലബിലിറ്റി ഓഫ് സോഴ്സസ്, എന്താണ്, ക്യാപിറ്റൽ എക്യുപ്മെന്റിൽ വളരെ കുറവായിരിക്കും സോഴ്സസ്, അത് കിട്ടുന്ന ഒരു സാധ്യത എന്ന് പറയുന്നത് അല്ലെ? ഇപ്പൊ എന്താ പറയാ, നമ്മൾ എപ്പോഴും കടയിൽ നമ്മൾ വാങ്ങിക്കുമ്പോൾ, പലചരക്ക് കടയിലായാലും എപ്പോഴും നമ്മൾ എന്താണ്, ഈ ആളുകൾ വാങ്ങിച്ചുകൊണ്ട് പോകുന്ന സാധനങ്ങൾക്കൊക്കെ എന്താണ്, ലഭ്യത കൂടുതലായിരിക്കും അല്ലെ? നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും കിട്ടും. പക്ഷെ എന്താണ്, ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്ന് പറയുന്നത് വളരെ വില കൊടുത്ത് വാങ്ങിക്കുന്ന എക്യുപ്മെന്റ്സ് ആയതുകൊണ്ട് തന്നെ എപ്പോഴും നമുക്ക് കിട്ടണമെന്നില്ല അതിന്റെ സോഴ്സസ്. ഓക്കെ, അപ്പൊ അത് നമ്മൾ ചിലപ്പോ ഒരു അലമാരി ആയിരിക്കാം, അത് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ഓർഡർ കൊടുക്കും അല്ലെ? പിന്നെ ഡേറ്റിന് സാധനം അവർ എത്തിച്ചു തരാന്ന് പറയും അല്ലെ? അപ്പൊ അത്തരത്തിലുള്ള ഒരു ഇതാണ് അവൈലബിലിറ്റി ഓഫ് സോഴ്സ് എന്ന് പറയുന്നത്. അത് ക്യാപിറ്റൽ എക്യുപ്മെന്റിന് വെരി ലോ ആയിരിക്കും. കാരണം എന്താണ്, വളരെ വില കൊടുത്ത് വിലപിടിപ്പുള്ള ഐറ്റംസ് ആയതുകൊണ്ട് തന്നെ എപ്പോഴും നമുക്ക് അത് ലഭ്യത നമുക്ക് ഉണ്ടാവില്ല. അത് നമ്മൾ ചിലപ്പോ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച്, ഇപ്പോ നമുക്ക് വീട്ടിലിപ്പോ വീട് പണിയാണ്, ഡോറ് പണിയാം, അതുപോലെ തന്നെ അലമാര, ഇതൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അവരെ കൊണ്ട് പണിയിപ്പിക്കും അല്ലെ?
അപ്പൊ എപ്പോഴും നമുക്ക് കിട്ടണമെന്നില്ല. അത് പണിത് അത് അവർ കറക്റ്റ് ആക്കി അത് ലാസ്റ്റ് ഒരു ഫൈനൽ പ്രൊഡക്റ്റ് ആക്കി മാറ്റുമ്പോ ടൈം എടുക്കും. അത് നമുക്ക് അതാണ് പറയുന്നത്. കിട്ടിയോ? മനസ്സിലായോ? അവൈലബിലിറ്റി ഓഫ് സോഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സൈസ് ഓഫ് എക്സ്പെൻഡിച്ചർ വെരി ഹൈ ആയിരിക്കും ക്യാപിറ്റൽ എക്യുപ്മെന്റിന്റെ, മറ്റേതിന്റെ ആയിരിക്കുമ്പോഴോ വെരി ലോ ആയിരിക്കും. ഓക്കെ, അത്രയും നമുക്ക് ക്യാപിറ്റൽ എക്യുപ്മെന്റിന്റെ പൈസ നമുക്ക് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല ഓർഡിനറി പർച്ചേസ് ആകുമ്പോൾ. ഓക്കെ, അതാണ് 4 ഡിഫറൻസ് ആയിട്ട് പറയുന്നത്. ഇനി നെക്സ്റ്റ് നോക്കാം. 3 ways to obtain an items to an organization. ഓക്കെ, അപ്പൊ എന്താണ്? ഒരു സ്ഥാപനത്തിലേക്ക് ഒരു ഐറ്റം നമ്മൾ വാങ്ങിക്കുമ്പോൾ 3 വഴികൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ഏതൊക്കെ രീതിയിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റും? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ. ഒരു സ്ഥാപനത്തിലേക്ക് ഒരു ഐറ്റം നമ്മൾ വാങ്ങിക്കുമ്പോൾ ഏതൊക്കെ രീതിയിലൂടെ വാങ്ങിക്കാം? നിങ്ങളായാലും ഒരു വീട്ടിലേക്ക് ഒരു സാധനം വാങ്ങിക്കുമ്പോൾ ഏതൊക്കെ രീതിയിലൂടെ വാങ്ങിക്കുന്നുണ്ട്? എന്താണ്? പുതിയതായിട്ട് നമുക്ക് ആ സാധനം പർച്ചേസ് ചെയ്യാൻ പറ്റും അല്ലെ? ന്യൂ പർച്ചേസ് നടത്താം അല്ലെ? പർച്ചേസ് ഓഫ് ന്യൂ എക്യുപ്മെന്റ്, പുതിയതായിട്ട് നമുക്ക് ആ സാധനം വാങ്ങിക്കാം. പിന്നെ കാറ്, അതുപോലെ തന്നെ എന്താ TV അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ പുതിയതായിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാം. അല്ലെങ്കിൽ എന്താണ്? സെക്കൻഡ് ഹാൻഡ് ആയിട്ട് നമുക്ക് വാങ്ങിക്കാം അല്ലെ? ഓടിച്ച് പഠിക്കാനൊക്കെ ആണെങ്കിൽ പഴയത് നമുക്ക് വാങ്ങിക്കാം. എന്നിട്ട് ഓടിച്ച് പഠിച്ച് പെർഫെക്റ്റ് ആയി കഴിഞ്ഞതിന് ശേഷം പുതിയ എക്യുപ്മെന്റ് നമ്മൾ വാങ്ങിക്കുള്ളൂ. ആ രീതിയിൽ നമുക്ക് വാങ്ങിക്കാം അല്ലെ? അതാണ് രണ്ടാമത് പറയുന്നത്, പർച്ചേസിങ് ഓഫ് യൂസ്ഡ് ഓർ ഓൾഡ് എക്യുപ്മെന്റ്. ഓക്കെ, സെക്കൻഡ് ഹാൻഡ് ആയിട്ട് വാങ്ങിക്കുന്നത്. പിന്നെ എന്താണ്? ബൈ ലീസിങ്. ലീസിങ് എന്ന് പറഞ്ഞാൽ എന്താ? കേട്ടിട്ടുണ്ടാവുമല്ലോ, പഴയ ക്ലാസ്സിലെ ചെറിയ ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? റെന്റിന് എടുക്കുന്നത് അല്ലെ? പാട്ടത്തിന് എടുക്കുക, റെന്റിന് എടുക്കുക, അതൊക്കെ പഠിച്ചിട്ടില്ലേ നമ്മള്? ഓക്കെ, അതാണ് എന്ത്? ലീസിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് പുതിയതായിട്ട് നമുക്ക് വാങ്ങിക്കാം, അതുപോലെ തന്നെ ഓൾഡ് എക്യുപ്മെന്റ് നമുക്ക് പർച്ചേസ് ചെയ്യാം അല്ലെ? സെക്കൻഡ് ഹാൻഡ് ആയിട്ട് നമുക്ക് വാങ്ങിക്കാം, അതുപോലെ ലീസിങ് അല്ലെ? ബൈ ലീസിങ് വഴി നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി ഓരോന്നും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കുന്നുണ്ട്. ഫസ്റ്റ് വൺ ആണ് എന്ത്? പർച്ചേസിങ് എ ന്യൂ എക്യുപ്മെന്റ്. ഇനി ഏതൊക്കെ രീതിയിലൂടെ നമുക്ക് പർച്ചേസിങ് നടത്താൻ പറ്റും പുതിയൊരു എക്യുപ്മെന്റ്? To collect the relevant data about the equipment or from the user department. നമ്മളൊരു ഹോസ്പിറ്റലിലേക്കാണല്ലേ, ഹോസ്പിറ്റലിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നത് അല്ലെ? മെറ്റീരിയൽസ് മാനേജ്മെന്റ്. അപ്പോ യൂസർ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ആരാണ്? സാധനങ്ങൾ ഉപയോഗിക്കുന്ന ഡിപ്പാർട്ട്മെന്റ്സ് ആണ് അല്ലെ? ഓരോ ഡിപ്പാർട്ട്മെന്റ്സും അവർക്ക് യൂസ് അല്ലെങ്കിൽ അവർക്ക് വേണ്ടതായിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ യൂസ് ചെയ്യുന്നുണ്ട്. സാധനങ്ങൾ ഉപയോഗിക്കുന്ന ഡിപ്പാർട്ട്മെന്റിനെയാണ് നമ്മൾ യൂസർ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിൽ അവരോട് ചോദിക്കാം, നിങ്ങൾക്ക് ഏതൊക്കെ എക്യുപ്മെന്റ് വാങ്ങിക്കണം, ഏതൊക്കെയാണ് ഇപ്പോ സ്റ്റോക്ക് ഉള്ളത്. ഓക്കെ, അപ്പൊ അത്തരത്തിൽ അവരോട് ചോദിച്ച് മനസ്സിലാക്കി അവരിൽ നിന്ന് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പുതിയൊരു എക്യുപ്മെന്റ്, അവർക്ക് വേണ്ടതായിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ വാങ്ങിക്കാൻ പറ്റും. പിന്നെ എന്താണ്? ടു ഇൻവൈറ്റ് ദ കൊട്ടേഷൻസ് ഫ്രം ദ സപ്ലയേഴ്സ് അല്ലെ? നമ്മൾ പഠിച്ചു കൊട്ടേഷൻസ്, ടെൻഡേഴ്സ് പഠിച്ചില്ലേ? അങ്ങനെ കൊട്ടേഷൻസ് നോക്കിയിട്ടല്ലേ നമുക്ക് ഏറ്റവും ആരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും? സപ്ലയേഴ്സിനെ നമ്മൾ തിരഞ്ഞെടുക്കണം അല്ലെ? നമുക്ക് യോജിച്ച കൊട്ടേഷൻസ് നമ്മൾ നോക്കി കമ്പയർ ചെയ്തുകൊണ്ട് നമുക്ക് യോജിച്ച സപ്ലയർ അതിൽ നിന്ന് സെലക്ട് ചെയ്യാം. സപ്ലയറുടെ കയ്യിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഓക്കെ, പിന്നെ എങ്ങനെയാണ്? അസസ്മെന്റ് ഓഫ് ദി കൊട്ടേഷൻ ആൻഡ് ബിഡ്. ബിഡ് എന്ന് പറഞ്ഞാൽ എന്താ? ബിഡ്സ് അല്ലെങ്കിൽ ബിഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബിഡ്. വെരി ഗുഡ്. ലേലം വിളിച്ചിട്ട് അല്ലെ? ലേലം ഇപ്പൊ സിനിമയിലേക്കൊക്കെ നമ്മൾ കാണാറുണ്ട്, ലേലം വിളി നടത്തുന്നത് അല്ലെ? ചെയ്യാറുണ്ട് നമ്മൾ. ലേലം വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പ്രോസസ്സ് അല്ലെങ്കിൽ നമുക്ക് പുതിയൊരു എക്യുപ്മെന്റ് വാങ്ങിക്കാനായിട്ട് പറ്റും. 3 രീതിയിലാണ്. യൂസർ ഡിപ്പാർട്ട്മെന്റിനോട് ചോദിക്കാം, സപ്ലയറെ തെരഞ്ഞെടുത്ത് സപ്ലയറുടെ കയ്യിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാം, ബിഡ് വഴി അല്ലെ? എന്താണ്? ലേലം വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ പ്രോസസ്സ് ചെയ്യാവുന്നതാണ്. ഇനി ഏതൊക്കെയാണ് ഫാക്ടേഴ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്? ഏതൊക്കെയാണ് ഫാക്ടേഴ്സ്? എക്കണോമിക് ലൈഫ് ഓഫ് എ മിഷൻ. എന്താണ് എക്കണോമിക് ലൈഫ് ഓഫ് എ മിഷൻ എന്ന് പറഞ്ഞാല്? ഇറ്റ് consists of the services life of an asset which reduces the average cost per period of services. It includes time and cost
ഡിമെൻഷൻ. അതായത് എന്താണ് അവിടെ പറയുന്നത്, എക്കണോമിക് ലൈഫ് ഓഫ് എ മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മിഷൻ നമ്മൾ വാങ്ങിക്കുമ്പോൾ അതിന്റെ സർവീസ് ലൈഫ് എത്രത്തോളം ഉണ്ട്, അതിന്റെ ചിലവ് കുറവായിരിക്കണം, അതുപോലെ തന്നെ അതിന്റെ ഉപയോഗവുമായിട്ട് ബന്ധപ്പെട്ട് ടൈമും കോസ്റ്റും കുറവായിരിക്കണം. ഇങ്ങനെ പറഞ്ഞപ്പോ മനസ്സിലായോ? മനസ്സിലാക്കി തരാം, സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാം. നമ്മളൊരു മിഷൻ വാങ്ങിച്ചു, അത് എത്ര നാള് ഒരു കംപ്ലൈന്റും കൂടാതെ ഒരു റിപ്പയർസും കൂടാതെ എത്ര നാള് ഉപയോഗിക്കാൻ പറ്റും, അതാണ് അതിന്റെ എക്കണോമിക് ലൈഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു മിഷന്റെ എക്കണോമിക് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുന്നത്, ഒരു അസറ്റ്, ഒരു എന്താ പറയാ, ഒരു മിഷൻ വാങ്ങിച്ചു, അത് എത്ര നാള് അത് റിപ്പയർസോ മെയിൻ്റെനൻസ് വർക്കോ കൂടാതെ നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റി, അതാണ് അതിന്റെ എക്കണോമിക് ലൈഫ് എന്ന് പറയുന്നത്. ഓക്കെ, കിട്ടിയോ? ഇപ്പൊ ഒരു ഹോസ്പിറ്റലിലേക്ക് ഒരു എന്താ പറയാ, ഒരു സ്കാനർ മിഷൻ വാങ്ങിച്ചു, അത് 5 വർഷം നമ്മള് നല്ല തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചു, ഒരു റിപ്പയർസോ ഒരു മെയിൻ്റെനൻസ് വർക്കോ കൂടാതെ അത് ഉപയോഗിച്ചു, അതാണ് അതിന്റെ എക്കണോമിക് ലൈഫ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് എക്കണോമിക് ലൈഫ്? അതിന്റെ 5 വർഷമാണ് എക്കണോമിക് ലൈഫ് എന്ന് പറയുന്നത്. കിട്ടിയോ? ഓക്കെ, അപ്പൊ ഒരു മിഷന്റെ എക്കണോമിക് ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു മിഷൻ വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യാതൊരു കംപ്ലൈന്റും മെയിൻ്റെനൻസ് വർക്കും കൂടാതെ എത്ര നാള് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കി, ഫിസിക്കൽ ലൈഫ് ഓഫ് ദി മിഷൻ, ദ ടോട്ടൽ പീരീഡ് ഓഫ് productivity of the mission and the entire life of the mission. അതായത് ഫിസിക്കൽ ലൈഫ് ഓഫ് ദി മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാങ്ങിക്കുന്ന മിഷന്റെ ഉൽപാദനക്ഷമത എത്രത്തോളം ഉണ്ട്, ആ മിഷന്റെ ഉപയോഗം എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഫിസിക്കൽ ലൈഫ് ഓഫ് ദി മിഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു മിഷൻ വാങ്ങിച്ചു, ചിലപ്പോ അതിനെ കുറെ നാൾ ഉപയോഗിച്ചു കഴിയുമ്പോൾ എന്ത് വരാം, എന്ത് സംഭവിക്കാം, ഒരു തുടർച്ചയായിട്ട് ഒരു 5 വർഷം ഉപയോഗിച്ചു കഴിഞ്ഞു, പിന്നീട് അത് ഉപയോഗിക്കുമ്പോൾ എന്ത് സംഭവിക്കാം, അതിന് ഡിപ്രീസിയേഷൻ, തേയ്മാനം സംഭവിക്കാം, അല്ലെങ്കിൽ എന്താണ് ഇടയ്ക്കിടയ്ക്ക് കംപ്ലൈന്റ്സ്, അതുപോലെ തന്നെ റിപ്പയർസ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരാം അല്ലെ, ചെറിയ ചെറിയ കംപ്ലൈന്റ്സ് ഒക്കെ വരാം അല്ലെ. ഓക്കെ, ചെറിയ ചെറിയ കംപ്ലൈന്റ്സ് റിപ്പയർസ് ഒക്കെ വരാം. ഇതെല്ലാം ചെയ്തുകൊണ്ട് എത്ര നാള് മാക്സിമം നമുക്കത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും? ഓക്കെ, അപ്പൊ ഒരു 5 വർഷം നമ്മൾ എടുത്തു, 5 വർഷം കഴിഞ്ഞപ്പോ ഈ മിഷന് ചെറിയ ചെറിയ കംപ്ലൈന്റ് വരാൻ തുടങ്ങി. ഓക്കെ, ആ കംപ്ലൈന്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ മെയിൻ്റെനൻസ് വർക്ക് ഒക്കെ ചെയ്ത് അത് പിന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും, എത്ര നാൾ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്, അതാണ് ഫിസിക്കൽ ലൈഫ് ഓഫ് ദി മിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? എക്കണോമിക് ലൈഫ് എന്താണ്, ഫിസിക്കൽ ലൈഫ് എന്താണെന്നുള്ളത്. ഓക്കെ, എക്കണോമിക് ലൈഫ് എന്ന് പറഞ്ഞാല് യാതൊരു കംപ്ലൈന്റും കൂടാതെ എത്ര നാൾ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ഇനി ഫിസിക്കൽ ലൈഫ് എന്ന് പറഞ്ഞാല് ചെറിയ ചെറിയ കംപ്ലൈന്റ് ഒക്കെ വന്നു, നമ്മൾ റിപ്പയർ ചെയ്തു, പിന്നീട് നമുക്ക് എത്ര നാളൊന്നും ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഓക്കെ, നെക്സ്റ്റ് ആണ് എന്ത്, ടാക്സ് ലൈഫ് അല്ലെ. ടാക്സ് ലൈഫ് നോക്കാം, ദ നമ്പർ ഓഫ് ഇയേഴ്സ് ഓവർ വിച്ച് ദ ക്യാപിറ്റൽ കോസ്റ്റ് ക്യാൻ ബി റിസീവ്ഡ് ബാക്ക്. അതായത് ടാക്സ് ലൈഫ് എന്ന് പറയുകയാണെങ്കിൽ നമ്മള് ചിലവാക്കിയിട്ടുള്ള തുക എത്ര വർഷം കൊണ്ട് മുടക്കിയിട്ട് അത് തിരിച്ചു കിട്ടുന്നുണ്ട്. അതായത് നമ്മൾ ഒരു മിഷൻ വാങ്ങിച്ചു, ഹോസ്പിറ്റലിലേക്ക് ഒരു മിഷൻ വാങ്ങിച്ചു, അതിന് ഒരു 50,000 രൂപയാണെന്ന് വിചാരിക്കാം. ഓക്കെ, നമ്മൾ റെഡി ക്യാഷ് ആയിട്ട് കൊടുത്തു, 50,000 രൂപ കൊടുത്തു, ആ മിഷൻ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു, അത് സർവീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്ക് എത്ര നാള് കൊണ്ട് നമ്മൾ ചിലവാക്കിയ തുക കിട്ടും, ആ 50,000 രൂപ നമുക്ക് എത്ര നാള് കൊണ്ട് അതിൽ കൊടുക്കുന്ന സർവീസ് കൊണ്ട് നമുക്ക് തിരിച്ചു കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ടാക്സ് ലൈഫ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ഒരു മിഷൻ വാങ്ങിച്ചു, അതിന് 50,000 രൂപയായിരുന്നു. ഈ 50,000 രൂപ എന്ന് പറയുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട സർവീസ് നമ്മൾ ഹോസ്പിറ്റലിൽ കൊടുക്കും അല്ലെ, ആളുകൾക്ക് കൊടുക്കാറുണ്ട്. അങ്ങനെ കൊടുത്ത് എത്ര നാൾ കൊണ്ടാണ് നമുക്ക് ഈ 50,000 രൂപ തിരിച്ചു കിട്ടുന്നത്,
അതാണ് ആ മിഷന്റെ ടാക്സ് ലൈഫ് എന്ന് പറയുന്നത്. കിട്ടിയോ? ടാക്സ് ലൈഫ് ഉണ്ട്, ഫിസിക്കൽ ലൈഫ് പറഞ്ഞു, എക്കണോമിക് ലൈഫ് പറഞ്ഞു. ഓക്കെ ആണോ? നെക്സ്റ്റ് ആണ് എക്കണോമിക് ഫോർകാസ്റ്റിംഗ്. അതായത് എന്താണ്? ഒബ്റ്റൈനബിലിറ്റി ഓഫേഴ്സ് ബയേഴ്സ് ആണ് ഇലക്ട്രിസിറ്റി. ഇനി എക്കണോമിക് ലൈഫ് എന്ന് പറഞ്ഞാല് സാമ്പത്തികപരമായിട്ടുള്ള പ്രവചനങ്ങൾ നടത്തുക, ഫോർകാസ്റ്റിംഗ് മുൻകൂട്ടി കാണുക. ഓക്കെ, അതായത് ഇപ്പൊ നമ്മളൊരു പുതിയൊരു ഫ്രിഡ്ജ് വാങ്ങിക്കാൻ പോയി. അങ്ങനെ ഫ്രിഡ്ജ് വാങ്ങിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് അതിനകത്ത് നോക്കുക? നിങ്ങളായാലും ഇപ്പൊ ഒരു പുതിയൊരു ഫ്രിഡ്ജ് വാങ്ങിക്കാനായിട്ട് കടയിൽ പോയി. അപ്പൊ ഫ്രിഡ്ജിന്റെ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെക്ക് ചെയ്യാറുണ്ട്? ചെക്ക് ചെയ്യാറില്ല. ആ ഫ്രിഡ്ജ് കണ്ടു എടുത്തോളാൻ പറഞ്ഞു അല്ലെ? ആണോ? യൂണിറ്റ് സ്പേസ്. ഓക്കെ, അതുപോലെ തന്നെ പിന്നെ എന്തൊക്കെ ചെക്ക് ചെയ്യും? പവർ അല്ലെ, പവർ കൺസപ്ഷൻ അല്ലെ. ഓക്കെ, ഇലക്ട്രിസിറ്റി. അതുപോലെ തന്നെ നിങ്ങൾ നോക്കാറുണ്ടോ 5 സ്റ്റാർസ് ഉണ്ടോ? കളർ നോക്കാറുണ്ട്. സ്റ്റാറുകളൊക്കെ നിങ്ങൾ എണ്ണി നോക്കാറുണ്ടോ? അല്ലെ, 5 സ്റ്റാർ ഉള്ള എന്തൊക്കെയാണ് നമ്മൾ നോക്കാറുണ്ട് അല്ലെ? 5 സ്റ്റാർ ഉള്ള ഫ്രിഡ്ജ് ആണോ? നമ്മൾ എണ്ണി നോക്കാറുണ്ട് എത്ര സ്റ്റാർ ഉണ്ട്. അതുപോലെ തന്നെ സ്പേസ് നമ്മൾ നോക്കും. ഇലക്ട്രിസിറ്റി അല്ലെ, എന്താണ് ഇപ്പോ കറണ്ട് കാശ് കൂടോ കുറയോ എങ്ങനെയൊക്കെയാണ്, വാറന്റി നോക്കാറുണ്ട്, ആഫ്റ്റർ സെയിൽ സർവീസ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് ഇത് വാങ്ങിക്കാറ്. മെഷീൻസുകൾ അല്ലെ, ഏത് ഇപ്പോ എന്തെങ്കിലും കാര്യങ്ങളായിപ്പോ ഫ്രിഡ്ജ് തന്നെ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഇപ്പൊ TV, എല്ലാ കാര്യങ്ങളും നമ്മൾ അങ്ങനെയാണ് ചെക്ക് ചെയ്യാറല്ലേ. കാർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും അപ് ടു ഡേറ്റ് ആയിട്ട് ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഓടിച്ചു നോക്കാറുണ്ട്. കാറൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ. അപ്പൊ അതൊക്കെ നമ്മൾ നോക്കിയിട്ടാണ് എന്ത് ചെയ്യാറ്? സാധനം നമ്മള് വീടുകളിലേക്ക് വാങ്ങിക്കാറ്. അതുപോലെ തന്നെയാണ് ഹോസ്പിറ്റലുകളിൽ നമ്മള് എന്തെങ്കിലും മെഷീൻ വാങ്ങിക്കുമ്പോൾ അതിന്റെ സ്പെയർസ് ഉണ്ടോ, അതുപോലെ തന്നെ അതിന്റെ ഇലക്ട്രിസിറ്റി എങ്ങനെയാണ്, കറണ്ട് കാശ് കൂടോ കുറയോ, സ്പെയർ പാർട്സ് അവൈലബിൾ ആണോ, അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്. അതാണ് ഇലക്ട്രോണിക് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് എന്ത്? പൊട്ടൻഷ്യാലിറ്റി ഇൻ ദ എക്സിസ്റ്റിംഗ് സിസ്റ്റം. അതായത് നിലവില് ഈ മെഷീൻ വാങ്ങിക്കുന്നതിന്റെ ആവശ്യകത എന്തൊക്കെയുണ്ട്? ഓക്കെ, നിലവില് ഈ മെഷീൻ വാങ്ങിക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ടോ, അതിന്റെ ആവശ്യകതയുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഈ മെഷീൻ ഇല്ലാതെ ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളും നടത്താനായിട്ട് പറ്റുമോ? ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. ഈ മെഷീന്റെ ആവശ്യകതയുണ്ടോ? ചിലവർ എന്താണ്, കുറെ സാധനങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടാവും, എന്നാലും നമ്മളത് കാണുമ്പോൾ വാങ്ങിക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഒരു വേസ്റ്റ് ആണ് അല്ലെ. നമ്മള് കാശുണ്ടോ, കാശുണ്ട്, പക്ഷെ അതൊക്കെ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കുന്നതാണ്. ചിലവർക്ക് അങ്ങനത്തെ ഒരു എന്താ പറയാ ഒരു ബിഹേവിയർ ഉണ്ടാവാറുണ്ട് ഇല്ലേ. അത് കാണുമ്പോ അത് വാങ്ങിക്കാം. നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ കഴിഞ്ഞാഴ്ച ആയിരിക്കും നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്, പക്ഷെ എന്നാലും അത് കാണുമ്പോൾ നമ്മൾ വാങ്ങിക്കാറുണ്ട് അല്ലെ. ചിലവർക്ക് അങ്ങനത്തെ, നമ്മൾക്കില്ല അങ്ങനത്തെ സ്വഭാവം ആണോ? നമ്മുടെ ക്ലാസ്സിൽ ആർക്കെങ്കിലും ഉണ്ടോ അങ്ങനത്തേത്? കഴിഞ്ഞ മാസം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടാവും, ഈ മാസം ചിലപ്പോ നമ്മൾ അതൊക്കെ കടയിൽ പോയി കാണുമ്പോൾ നമ്മൾ വാങ്ങിക്കാറുണ്ട് ഇല്ലേ. വാങ്ങിക്കാറുണ്ടോ അങ്ങനെ? ഇല്ല. ഓക്കെ, നമ്മളെല്ലാവരും അപ്പൊ നല്ല കുട്ടികളാണ് ഇല്ലേ. സ്നേഹം വാങ്ങിക്കാറുണ്ട്. ഓക്കെ, സ്നേഹം എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിക്കാറ്? എന്തൊക്കെ വാങ്ങിക്കാറുണ്ട്? ചെരുപ്പ് വാങ്ങിക്കാറുണ്ട്. ചിലർക്ക് ചെരുപ്പ് ഇഷ്ടമാണ് അല്ലെ. ചെരുപ്പ് കാണുമ്പോ വെറൈറ്റീസ് അല്ലെ, എത്ര ഉണ്ടായാലും വാങ്ങിക്കും. ഫോൺ കവർ വാങ്ങിക്കും. കേട്ടോളിട്ട് എല്ലാവരും. ഓഫർ ഉണ്ടെങ്കിലാണ് നമ്മൾ വാങ്ങിക്കാറ്. ഞങ്ങളൊക്കെ ഓഫർ ഉണ്ടെങ്കിൽ വാങ്ങിക്കും. പിന്നെ കവർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലൊക്കെ ആകുമ്പോൾ നമ്മൾ വാങ്ങിക്കാറുണ്ട്. മേക്കപ്പ് പ്രൊഡക്ട്സ്, അത് പിന്നെ അല്ലെ പെൺകുട്ടികൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അല്ലെ. എന്തായാലും നമ്മൾ വാങ്ങിക്കാറുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്നത് അല്ലെ. അപ്പൊ ഹോസ്പിറ്റലിലായാലും എന്താണ്, ഈ സാധനം നമ്മൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിക്കാറില്ല. അതിന്റെ ഉപയോഗം ഇപ്പൊ ചിലപ്പോ പൊട്ട് തീർന്നപ്പോ ലിപ്സ്റ്റിക് തീർന്നത് പോയിട്ടുണ്ടെങ്കിലൊക്കെയാണ് ചിലവര് വാങ്ങിക്കാറ്. ചിലവര് സ്നേഹയുടെ പോലെ തന്നെ ഒരു ബിഹേവിയർ ആയിരിക്കും അല്ലെ. കണ്ടാൽ എപ്പോഴെപ്പോഴും നമുക്ക് വാങ്ങിക്കാൻ ഒരു ടെൻഡൻസി ഉണ്ടാവും അല്ലെ. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ പറയുന്നത് എന്താണ്, നമ്മള് ഇനിഷ്യൽ വാങ്ങിക്കുന്നതിന് ആവശ്യകതയുണ്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ പ്രവർത്തനരഹിതമായാൽ മാത്രമാണ് നമുക്ക് പിന്നീട് അത് വാങ്ങിക്കാനായിട്ട് ഒരു സാഹചര്യം വരുന്നത് അല്ലെ. അല്ലെങ്കിൽ അത് വാങ്ങിക്കേണ്ട ആവശ്യകതയുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. എന്നിട്ട് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യാറ്, വാങ്ങിക്കേണ്ടത് ഹോസ്പിറ്റലിലേക്ക്. അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് ആണ് എന്താണ്, എക്കണോമിക് സർവേ ഓഫ്
ഇൻവെസ്റ്റ്മെന്റ്. അതായത് നമുക്ക് സർവേ നടത്താം. നമ്മൾ സപ്ലയറിനെ വിശ്വസിക്കാൻ പറ്റുമോ, ഏതൊക്കെ സപ്ലയർ നമ്മൾ നോക്കും, ആ സപ്ലയറിനെ വിശ്വസിക്കാൻ പറ്റുമോ, ആ സപ്ലയർ കൃത്യമായിട്ട് മെറ്റീരിയൽസ് തരുമോ ഇല്ലയോ, അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന വിലയ്ക്കുള്ള മൂല്യവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പ്രൊഡക്റ്റ് കിട്ടോ, അദ്ദേഹം തരുമോ എന്നുള്ളതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അതാണ് ഇക്കണോമിക് സർവേ ഓഫ് ദി ഇൻവെസ്റ്റ്മെന്റ്. നമ്മൾ സർവേയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലെ. ഇനി എന്താ, cost consideration, initial cost or purchase cost, installation cost, breakdown cost. അതായത് ഈ 3 കോസ്റ്റുകൾ അല്ലെ, 3 കാര്യങ്ങൾ. പർച്ചേസ് കോസ്റ്റ് ഉണ്ട്, നമ്മൾ പർച്ചേസ് ആയിട്ട് ബന്ധപ്പെട്ട പർച്ചേസ് നടത്തിയിട്ട് കോസ്റ്റ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇൻസ്റ്റലേഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഒരു കാര്യങ്ങൾ ഇപ്പൊ മെഷീൻ പുതിയത് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് വെറുതെ കൊണ്ടുവന്ന് വെക്കാൻ പറ്റുമോ, അത് ഇൻസ്റ്റാൾ ചെയ്യണോ അല്ലെ, വേണോ. ഇപ്പൊ കമ്പ്യൂട്ടർ നമ്മുടെ വീട്ടിൽ വാങ്ങിച്ചു, ഓക്കെ, നമുക്ക് ജാവ പഠിക്കണം അല്ലെങ്കിൽ SQL പഠിക്കണം, അതിന്റെ സോഫ്റ്റ്വെയർ അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യണം ഇല്ലേ. വെറുതെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റുമോ, ഇല്ല. സോഫ്റ്റ്വെയർ അപ്ഡേറ്റും കാര്യങ്ങൾ ഇൻസ്റ്റാൾ ഒക്കെ ചെയ്യണം അല്ലെ, എന്നാൽ മാത്രമാണ് അത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, പഠിക്കാനായിട്ട് പറ്റുള്ളൂ അല്ലെ. അതുപോലെ തന്നെയാണ് ഇതൊരു മെഷീൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് ഇൻസ്റ്റാളേഷൻ കോസ്റ്റ് ഉണ്ട് അല്ലെ. അപ്പൊ അതൊരു വെറുതെ നമുക്ക് ചെയ്തു തരില്ല, അതൊക്കെ എന്ത് കൊടുക്കണം, നമ്മള് കോസ്റ്റ് കൊടുക്കണം അല്ലെ, ക്യാഷ് കൊടുക്കണം അല്ലെ. അതുപോലെ തന്നെ ബ്രേക്ക് ഡൗൺ, പ്രവർത്തനരഹിതമായിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, റിപ്പയർസ് മെയിൻ്റെനൻസ് ഒക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അവര് വെറുതെ വന്ന് ചെയ്തു തരില്ല. എന്ത് കൊടുക്കണം, പകരം നമ്മള് അവർക്ക് കോസ്റ്റ് കൊടുക്കണം അല്ലെ. സർവീസ് ചാർജ് കൊടുക്കുക, പൈസ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ അതാണ് അവിടെ പറയുന്നത്, പർച്ചേസ് കോസ്റ്റ് ഉണ്ട്, ഇൻസ്റ്റലേഷൻ കോസ്റ്റ് ഉണ്ട്, ബ്രേക്ക് ഡൗൺ കോസ്റ്റ്. ഈ 3 കാര്യങ്ങളും കൂടി പരിഗണിച്ചിട്ട് വേണം ഒരു പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങിക്കാനായിട്ട്. ഇത്രയും കാര്യങ്ങളാണ് പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അയച്ചു നോക്കിയേ. ചെയ്യോ? ഓക്കെ, നെക്സ്റ്റ് നോക്കാം. പർച്ചേസിംഗ് ഓഫ് ആൻ ഓൾഡ് എക്യുപ്മെന്റ്. ഓക്കെ, ഏതൊക്കെ രീതിയിൽ നമുക്ക് ഓൾഡ് എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും? ഡൺ ഓണിങ് ടു ഷോർട്ടേജ് ഓഫ് മണി ഓർ ടു യൂസ് ദ എക്യുപ്മെന്റ് ആസ് ആൻ എക്സ്പീരിമെന്റ്. ഓക്കെ, ഓൾഡ് എക്യുപ്മെന്റ് എന്തൊക്കെ രീതിയിലാണ് നിങ്ങൾ വാങ്ങിക്കാൻ ഓർത്ത് നോക്കി. എന്തുകൊണ്ടായിരിക്കാം നമ്മൾ ഓൾഡ് എക്യുപ്മെന്റ് വാങ്ങിക്കുന്നത്? എന്താണ് അവിടെ പറയുന്നുണ്ടല്ലേ, ഷോർട്ടേജ് ഓഫ് മണി. ഇപ്പൊ കാർ ആണെങ്കിൽ നമ്മൾ സെക്കൻഡ് ഹാൻഡ് ആയിട്ട് വാങ്ങിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? അതൊന്ന് ഓടിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലെ, ഒരു എക്സ്പീരിമെന്റിന് വേണ്ടിയിട്ട് അല്ലെ, ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മളുടെ ഇപ്പോ പുതിയത് വാങ്ങിക്കുകയാണെങ്കിൽ ഒരു 10 ലക്ഷം അല്ലെ 8 ലക്ഷം
ഒക്കെ അത്രയ്ക്ക് നമ്മൾ റെഡി ക്യാഷ് ഒക്കെ കൊടുത്തിട്ട് വാങ്ങിക്കേണ്ടതായിട്ട് വരും അല്ലെ. ലോണും കാര്യങ്ങളൊക്കെ ചെയ്യാം, പക്ഷെ അതുപോലെ തന്നെ ഇപ്പൊ അത്രയും കാശ് നമ്മുടെ അടുത്ത് കൊടുക്കാനായിട്ട് എന്താണ് ഷോർട്ടേജ് വരാം അല്ലെ. കാശ് അല്ലെങ്കിൽ ആ ക്യാഷ് കൊടുത്ത് വാങ്ങിക്കാനായിട്ടുള്ള ഒരു ഷോർട്ടേജ് വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ ചെയ്യാറുണ്ട്, ഓൾഡ് എക്യുപ്മെന്റ് വാങ്ങിക്കാറുണ്ട്. ഇതൊക്കെയാണ് റീസൺസ് എന്ന് പറയുന്നത്. കാറിന്റെ ഒരു ജസ്റ്റ് ഒന്ന് എക്സാമ്പിൾ പറഞ്ഞതാണ് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിട്ട് കേട്ടോ. ഓക്കെ, എക്സ്പെരിമെന്റ് കിട്ടും നമുക്ക്, അതുപോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് ആവും, അതുപോലെ തന്നെ എന്താണ് ഷോർട്ടേജ്, നമ്മുടെ കയ്യിൽ അത്രയും റെഡി ക്യാഷ് കൊടുത്തിട്ട് വാങ്ങിക്കാനില്ലാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സെക്കൻഡ് ഹാൻഡ്സ് ആയിട്ട് വാങ്ങിക്കാറുണ്ട്. ഓക്കെ, ഇനി എന്താണ് ഫോർ മെയിൻ സോഴ്സസ് ഫോർ പർച്ചേസിങ് ആൻഡ് ഓൾഡ് എക്യുപ്മെന്റ്. ഇനി നമുക്ക് ഏതൊക്കെ രീതിയിൽ നമുക്ക് ഓൾഡ് എക്യുപ്മെന്റ് വാങ്ങിക്കാനായിട്ട് പറ്റുന്നുണ്ട്, ഏതൊക്കെയാണ് സോഴ്സസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡയറക്ട്ലി ബൈയിങ് ഫ്രം ഓണേഴ്സ് അല്ലേ. ഓണേഴ്സിന്റെ കയ്യിൽ നിന്ന് നമുക്ക് ഡയറക്ട്ലി പോയിട്ട് വാങ്ങിക്കാൻ പറ്റും. പറ്റും. ഓക്കെ, അപ്പൊ ഡയറക്ട്ലി ഓണേഴ്സിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് ഉണ്ടാകുക, നമുക്ക് എന്തൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ കാറാണെങ്കിൽ കാറ് എന്താണ് ഒരാള് വിൽക്കാൻ പോകുകയാണെന്ന് പറഞ്ഞു, നമ്മൾ അത് പോയിട്ട് നോക്കും അല്ലെ. വിൽക്കാനാണെങ്കിൽ എങ്ങനെയാണ്, സെക്കൻഡ് ഹാൻഡ്സ് ആയിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റുമോ ഇല്ലയോ, എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പോയി ചെക്ക് ചെയ്യണം. എന്തൊക്കെയാ നിങ്ങൾ നോക്കുക, എന്തൊക്കെ നോക്കും? ഒന്നും നോക്കില്ല, കണ്ണ് പൂട്ടി അടച്ച് തന്നോളൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വാങ്ങിക്കോ റെഡി ക്യാഷ് കൊടുത്തിട്ട്? ആണോ? അങ്ങനെയാണോ വാങ്ങിക്കാറ്? എന്താ ചെയ്യാ? ഒന്നും നോക്കില്ലേ? എത്ര കിലോമീറ്റേഴ്സ് ആണെന്നുള്ളത് നോക്കും അല്ലെ, എത്ര കിലോമീറ്റേഴ്സ് ഓടിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഒന്ന് ഓടിച്ച് നോക്കാറുണ്ട് നമ്മള്. പിന്നെന്താ, പിന്നെ കറക്റ്റ് ആണ്, നമ്മൾ ഓടിച്ചു നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അല്ലെ എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലും തകരാറുണ്ടോ എന്നുള്ളത്. ഓണർഷിപ്പ്, വർക്കിംഗ് കണ്ടീഷൻ നോക്കും ഇല്ലേ. പിന്നെ എന്താണ്, എന്തെങ്കിലുമൊക്കെ ഇപ്പൊ ലൈസൻസ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോ എന്താണ്, ഇപ്പൊ എന്തെങ്കിലുമൊക്കെ എന്താ പറയാ കാറിന് എന്തെങ്കിലും ആക്സിഡൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലൈന്റ്സ് ഒക്കെ സംഭവിച്ചിട്ടുണ്ടോ, എന്തെങ്കിലും പോലീസ് കേസ് ഉണ്ടോ, അതൊക്കെ നോക്കും. എഞ്ചിൻ നോക്കാറുണ്ട്, പെട്രോളോ ഡീസലോ എന്താണ് പോകുന്നത് അല്ലെ, എന്താണ് നമ്മൾ ഇന്ധനം ഒഴിക്കുന്നത് എന്നുള്ളതൊക്കെ നോക്കാറുണ്ട്. ഇൻഷുറൻസ് കവറേജ് ഉണ്ടോ ഇല്ലേ, ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ എന്താണ്, അങ്ങനെ ഓണേഴ്സിന്റെ കയ്യിൽ നിന്ന് നമ്മള് ഡയറക്ട്ലി നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നോക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അതെ കേസസ് ഒക്കെ ഉണ്ടോ നോക്കും അല്ലെ, നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, അഡ്വാൻറ്റേജസ് ഈസ് ദാറ്റ് വി ക്യാൻ സീ ദ വർക്കിംഗ് ഓഫ് particular equipment, working condition നോക്കും അല്ലെ, ആൻഡ് ഓൾസോ അബൌട്ട് ദി ഡീറ്റെയിൽസ് ഓഫ് പാസ്റ്റ് യൂസേജ് ഓഫ് കൺസേൺഡ് എക്യുപ്മെന്റ്സ്. നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. നമ്മൾ അത് ഓടിച്ചു നോക്കുമ്പോൾ, കാറൊക്കെ ഓടിച്ചു നോക്കി കഴിഞ്ഞാൽ എത്ര കിലോമീറ്റേഴ്സ് ഓടിയിട്ടുണ്ട്, എന്തെങ്കിലുമൊക്കെ എഞ്ചിന്റെ തകരാറുണ്ടോ, എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റും. എത്ര കിലോമീറ്റേഴ്സ് ഓടിയിട്ടുണ്ട്, അതുപോലെ തന്നെ പോലീസ് കേസ് ഉണ്ടോ, എന്തെങ്കിലും കംപ്ലൈന്റ്സ് ഉണ്ടായിട്ടുണ്ടോ നേരത്തെ, ഇതൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും അല്ലെ. ഡയറക്ട്ലി നമ്മൾ ഓണേഴ്സിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുമ്പോഴുള്ള അഡ്വാൻറ്റേജസ് ആണ് നമ്മൾ പറഞ്ഞത്. ഇനി സെക്കൻഡ് എന്താണ്, പിന്നെ എങ്ങനെ വാങ്ങിക്കാൻ പറ്റും ഓൾഡ് എക്യുപ്മെന്റ്? യൂസ്ഡ് ഓർ ഓൾഡ് എക്യുപ്മെന്റ് ഡീലേഴ്സ്. ഓക്കെ, ഡീലേഴ്സിന്റെ കയ്യിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാം. വാറന്റി ഫോർ ഷോർട്ട് പീരീഡ് ആണ് ഇതിനുള്ളത്. 2 types of equipment received from them, rebuilt and reconditioned equipments. അവരെങ്ങനെയാ അത് പുതിയതാക്കി തരുന്നത്? നമുക്ക് പഴയ സാധനങ്ങളായിരിക്കും. ഇപ്പൊ കാറൊക്കെ ആണെങ്കിൽ ഒരു റീബിൽഡ് ചെയ്ത് അതിന്റെ എന്താ പറയാ പെയിന്റിങ് മാറ്റി പുതിയ ഡിസൈൻസ് വെച്ച് അങ്ങനെയൊക്കെ റീബിൽഡ് ചെയ്ത് റീകണ്ടീഷൻ ചെയ്തിട്ട് നമുക്ക് പുതിയൊരു ഐറ്റം ആക്കി അല്ലെങ്കിൽ പുതിയൊരു എക്യുപ്മെന്റ് ആക്കി തരാറുണ്ട്. ഡീലേഴ്സിന്റെ കയ്യിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഓക്കെ, ഇപ്പൊ സ്പെയർസുകളൊക്കെ വെച്ചിട്ട് പുതിയ എക്സ്ട്രാ പാർട്സുകളൊക്കെ വെച്ചിട്ട് തരാറുണ്ട്. കാറൊക്കെ ആണെങ്കിൽ ഇല്ലേ, നല്ല ഭംഗിക്ക് കാണുമ്പോൾ നമുക്ക് തന്നെ നല്ലൊരു ലുക്ക് തോന്നാറുണ്ടല്ലേ ഇല്ലേ. അങ്ങനെ ഡീലേഴ്സിന്റെ കയ്യിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാം. പിന്നെ എന്താണ്, ബ്രോക്കേഴ്സിന്റെ കയ്യിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാം. ഓപ്ഷണേഴ്സ്, ആരാണ് ഓപ്ഷണേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരായിരിക്കും? ഓപ്ഷണേഴ്സ് ആരായിരിക്കും?
ആരാ? auctioneers. ലേലക്കാര്. ലേലം വഴി നമുക്ക് വാങ്ങിക്കാം അല്ലെ? വെരി ഗുഡ്. ലേലം, ലേലക്കാര് ട്ടോ. ഇതാണ് കറക്റ്റ് auctioneers. Both are risky sources and there will be no warranty. പക്ഷേ ഈ auctioneersന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ എന്താണ്? റിസ്ക് ആണ്, അതുപോലെ തന്നെ നോ വാറന്റിയും ആണ്. അതാണ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 4 രീതിയിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റും ഓൾഡ് എക്യുപ്മെന്റ്. ഡയറക്ട്ലി ഓണേഴ്സിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാം, ഡീലേഴ്സിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാം, ബ്രോക്കേഴ്സിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാം, ഓപ്ഷണേഴ്സിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാം. ക്ലിയർ ആയോ? ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഡിസ്അഡ്വാൻറ്റേജസ് ഇൻ ബൈയിങ് ആൻഡ് ഓൾഡ് എക്യുപ്മെന്റ്. ഓൾഡ് എക്യുപ്മെന്റ് വാങ്ങിക്കുമ്പോൾ ഉള്ള ഡിസ്അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് നോക്കി. 3 കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. നോക്കാം. എക്കണോമിക്കൽ ലൈഫ് പീരീഡ് ഓഫ് എ പർട്ടിക്കുലർ എക്യുപ്മെന്റ് cannot be ascertained. ഓക്കെ, അപ്പോ എക്കണോമിക് ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അല്ലെ, ഈ ഉപകരണം എത്ര നാൾ ഉപയോഗിക്കുന്നുണ്ട്, അതാണ് എക്കണോമിക് ലൈഫ് എന്ന് പറയുന്നത്. മെയിൻ്റെനൻസോ റിപ്പയേഴ്സോ ഒന്നും ഇല്ലാതെ നമുക്ക് എത്ര നാൾ ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ട്, അതാണ് എക്കണോമിക് ലൈഫ്. അപ്പൊ ഇവിടെ പറയുമ്പോ എന്താണ്, ഓൾഡ് എക്യുപ്മെന്റ് എത്ര നാള് അവര് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് നിർണയിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. cannot be ascertained. ഉപകരണം എത്ര നാൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ഇനി രണ്ടാമത്തെ ഡിസഡ്വാൻറ്റേജ് എന്താണ്? നോ ആഫ്റ്റർ സെയിൽ സർവീസ്. ഓക്കെ, ആഫ്റ്റർ സെയിൽ സർവീസ് ഉണ്ടാവില്ല. പിന്നെ എന്താണ്? മെയിൻ്റെനൻസ് ചാർജസ് ഹൈ. ഇപ്പൊ കാറൊക്കെ ആണെങ്കിൽ ഓൾഡ് എക്യുപ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്, റിപ്പയേഴ്സ് മെയിൻ്റെനൻസ് വർക്ക് ഒക്കെ ചെയ്ത് നമ്മള് മുടിയും എന്ന് തന്നെ പറയാം അല്ലെ. ചിലവർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇതിന് ഉണ്ടാക്കി അല്ലെങ്കിൽ ഇതിന് കൊടുത്ത റിപ്പയേഴ്സിനും മെയിൻ്റെനൻസ് വർക്കിനൊക്കെ കൊടുത്ത കാശ് ഉണ്ടെന്നുണ്ടെങ്കിൽ പുതിയൊരു കാറ് വാങ്ങിക്കായിരുന്നു എന്ന് പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട് അല്ലെ. പലരും, ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ, പലരും പറഞ്ഞിട്ട്. അപ്പോ അത്തരത്തിൽ എന്താണ് മെയിൻ്റെനൻസ് വർക്ക് കാര്യങ്ങളൊക്കെ അതിന്റെ കാശ് എന്നൊക്കെ പറയുന്നത്, ക്യാഷ് എന്ന് പറയുന്നത് വളരെ ഹൈ ആയിരിക്കും. ഓക്കെ, അതും ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. അപ്പൊ അത് നമ്മൾ പറയുന്നത് നമുക്ക് എത്ര നാൾ ഉപയോഗിക്കാൻ പറ്റി എന്നുള്ളത് നമുക്ക് അല്ലെങ്കിൽ അത് നിർണ്ണയിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ആഫ്റ്റർ സെയിൽ സർവീസ് ഇല്ല. പിന്നെ മെയിൻ്റെനൻസ് ചാർജ് എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. ഇതൊക്കെയാണ് അതിന്റെ ഡിസ്അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. ഓക്കെ, വായിച്ചു കേട്ടോ. ഇത്ര വരെ നമുക്ക് എടുത്തു നിർത്താം. ലീസിംഗ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. വായിച്ചു നോക്കി, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും കേട്ടോ. ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇനി? ഓക്കെ ആണ് ഇത്രയും വരെ? ഓക്കെ, അപ്പൊ ഇത്രയും വരെ വായിച്ച് മനസ്സിലാക്കിയിട്ട് വരാം കേട്ടോ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ. ഓക്കെ, താങ്ക് യു.